ടി എൻ ശേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ടി എൻ ശേഷൻ ഇതുപോലെ പിന്നെ ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ ചെയ്തപ്പോൾ 1995 എൻറ്റയർ ഇലക്ഷൻ ഞാൻ പോസ്റ്റ്പോൺ ചെയ്യുമെന്ന് പറഞ്ഞു. ഒറ്റ ഇലക്ഷൻ നടത്താൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞു. അത് ജംഗിൾ രാജ് നടക്കുന്ന സമയത്താണ്. ജംഗിൾ രാജ് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞു അട്ടിമറിച്ച് ബൂത്ത് പിടിച്ച് പിന്നെ പെട്ടി പൊട്ടിച്ച് തൻ്റെ സ്ഥാനാർത്ഥി നിർത്താനാണെങ്കിൽ ലാലു ഞാൻ ഇലക്ഷൻ മാറ്റിവെക്കും എന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ഇലക്ഷൻ മാറ്റിവെച്ചു 1992 മുഴുവൻ ഇലക്ഷനും മാറ്റിവെച്ചു. 95-ലാണ് 95-ലാണെന്നോ 95-ലോ 92-ലോ. അതുപോലെ തന്നെ പഞ്ചാബിൽ ഇലക്ഷൻ മാറ്റിവെച്ചു. എല്ലാം റെഡിയാണ്. ഒരു മനുഷ്യനും അതിന് ധൈര്യം വരില്ല. നമ്മുടെ സംസ്ഥാനം മുഴുവൻ 9-ാം തീയതി ഇലക്ഷൻ റെഡിയാകുന്നു, അല്ലെങ്കിൽ പകുതി സംസ്ഥാന ഇലക്ഷൻ റെഡിയാകുന്നു. അന്ന് രാത്രി ഇവിടുത്തെ ഇലക്ഷൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് പറയാൻ പറ്റുമോ നോ സ്റ്റോപ്ഡ്, ഇത് മുഴുവൻ ഞാൻ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവൂ? ഉണ്ടാവില്ല. ടി എൻ ശേഷനോട് ചോദിച്ചു അങ്ങേക്ക് ഇത് എങ്ങനെ ഇതിന് ധൈര്യം വന്നെന്ന് പറഞ്ഞു. എന്ത് വകുപ്പ് പ്രകാരമാണ് അങ്ങേക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു എൻ്റെ അച്ഛൻ എനിക്ക് ശക്തമായൊരു നട്ടല് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിത് കഴിയുന്നത്. അങ്ങനെ നട്ടലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ തട്ടിക്കളയും എന്ന് പറഞ്ഞത് ഇവിടുത്തെ മുഴുവൻ ചാനലുകളിലും പത്രങ്ങളിലും വന്നപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഒരു DGP ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ അറസ്റ്റിലാവണ്ടേ? ടെലിഫോൺ സംഭാഷണം പോലും എല്ലായിടത്തും കേട്ടു. എല്ലാവരും കേട്ട് തമാശ പോലെ, മോഹൻലാലിൻ്റെ ഡയലോഗ് പോലെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഡയലോഗ് പോലെ ആൾ ആസ്വദിച്ചിരിക്കുകയാണ്. നാളെ നിന്റെ കഴുത്തിനും വെട്ടുവരും എന്ന് ഓർത്തോളുക. അതാണ് നമ്മൾ ജംഗിൾ രാജിനെ അനുകൂലിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. അത്രയ്ക്ക് ഭീകരമായ സിറ്റുവേഷൻ ഉണ്ടായി എന്ന് നമുക്കിവിടെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ജനാധിപത്യത്തിൻ്റെ ലെവലേശമെങ്കിലും ഉള്ളിടത്ത് ഭീഷണി പറ്റില്ല. ഇൻറ്റിമിഡേഷൻ എവിടെ നടക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളെ വളച്ചൊടിക്കാൻ എപ്പോൾ ശ്രമിക്കുന്നോ അവിടെ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ്. ശരിയാണ്. ജനാധിപത്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് രാജ്യത്തൊന്നും പിടിച്ചാൽ കിട്ടില്ല. ആംപ്യൂട്ട് ചെയ്ത് കളയേണ്ടതാണ്. നിങ്ങളുടെ വിരലിൻ്റെ അറ്റത്ത് ചോര എത്തുന്നില്ലെങ്കിൽ, രക്തഓട്ടം ഇല്ലെങ്കിൽ ആദ്യം ഇത് കറക്കും, പിന്നെ പഴുക്കും, പിന്നെ പുഴുക്കും. ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ഇത് ആംപ്യൂട്ട് ചെയ്ത് കളയാൻ പറയും. അങ്ങനെ നമ്മൾ സംസ്ഥാനങ്ങളെ ആംപ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളായിട്ട് വെട്ടി നമ്മൾ കളയേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് ഇതുകൊണ്ടാണ്. കാശ്മീർ സംഭവിക്കുന്നു, പഞ്ചാബ് സംഭവിക്കുന്നു, മറ്റു പലതും സംഭവിക്കുന്നത് ഇങ്ങനെ ആംപ്യൂട്ട് ചെയ്യപ്പെടുന്നു നമ്മുടെ സംസ്ഥാനങ്ങളെ. എന്തുകൊണ്ടാണ്? ഇവിടെയൊക്കെ അനാർക്കി വരുന്നു. അനാർക്കി ജനാധിപത്യമല്ല. അതിനെ മുളയിലേ നുള്ളണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാറിൻ്റെ താക്കോലും വീടിൻ്റെ താക്കോലും കൊണ്ടുവന്ന് ടൂറിസം ഡയറക്ടറെയോ അല്ലെങ്കിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറിയോ ഏൽപ്പിച്ചിട്ട് സോറി, എനിക്ക് ഇവിടുത്തെ പിന്നെ ഷാഡോ ചീഫ് മിനിസ്റ്ററായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, സോറി ഞാൻ പിൻവാങ്ങുന്നു എന്ന് പറയണം. അല്ലെങ്കിൽ അദ്ദേഹം പോയി സത്യാഗ്രഹം കിടക്കണം ഇവിടുത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ മുമ്പാകെ. ഇവിടെ നടക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു? ടി എൻ ശേഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നേ. പഞ്ചാബിൽ ജ്യോതി ബാസു ഇതുപോലെ ഒരു ഇലക്ഷൻ നടത്തിയപ്പോൾ ബംഗാളിൽ ജ്യോതി ബാസു ഇതുപോലെ ഒരു ഇലക്ഷൻ നടത്തിയപ്പോൾ അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു മാഡ് ഡോഗാണ് ഇയാളെന്ന് പറഞ്ഞു. പിന്നെ പേ പിടിച്ച പട്ടിയാണെന്ന് ടി എൻ ശേഷനെ വിളിച്ചു. ജ്യോതി ബാസുവാണ് വിളിച്ചത്. ഇതൊക്കെ റെക്കോർഡിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തറിയാമോ? അദ്ദേഹത്തിനോട് ചോദിച്ചു, പത്രക്കാർ ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് സമാധാനമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഇഡ്ഡലി ദോശ ഉണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ഈറ്റ് കറപ്റ്റ് പൊളിറ്റീഷ്യൻസ്. ഇങ്ങനെയുള്ള പൊളിറ്റീഷ്യനെ തിന്നുക എന്നുള്ളതാണ് എൻ്റെ പണിയെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. അതാണ് ഒരു ഇലക്ഷൻ കമ്മീഷനുടെ ചുമതല.